നന്നായി മക്കളെ. ഇതിലും നല്ലൊരു പേര് ഈ റെസ്റ്റോറന്റിന് കിട്ടാനില്ല. ഐശ്വര്യം ഉണ്ടാവും. ശാരദാമ്മയുടെ കൈപുണ്യത്തിന് പിന്നെ ശാലിനി ഉണ്ടല്ലോ. ശാലിനി മോളോടെ? അവള് ഇന്ദുമതി അമ്മയുടെ അടുത്തുണ്ട് അർജുനേട്ടാ. ഇപ്പൊ അവള് ഇന്ദുമതി അമ്മയായിട്ട് നന്നായിട്ട് ഇണങ്ങി. ഞാനില്ലെങ്കിലും കുഴപ്പമില്ലെന്നായിട്ടുണ്ട്. ആ കമലിന് വിജയിലേക്ക് ഉണ്ടല്ലോ. ഇതാ പറയുന്നത്, ദൈവം അങ്ങനെ ആരെയും കൈവിടില്ല എന്ന്. അച്ഛാ, നമുക്കെന്നാ വിളക്ക് എത്തിച്ചു തുടങ്ങിയാലോ? ആ അങ്ങനെ ആവട്ടെ. ഇനിയിപ്പോ ഇവിടെ ആരും വരാനൊന്നുമില്ലല്ലോ അല്ലേ? അല്ല സത്യാമ്മ, ശാരദാമേ, സാന്നിധ്യം ശരീരം കൊണ്ടല്ലോ, മനസ്സുകൊണ്ടും ആവാം ശാരദാമേ. അല്ല മോനെ, സമയമൊക്കെ നോക്കിയായിരുന്നല്ലോ അല്ലേ? നോക്കി രാഘവേട്ടാ. എന്നാ വിളക്ക് കൊളുത്തു ശാരദാമേ. അല്ല രാഘവേട്ടാ, ഞാൻ ശാരദാമ്മ തന്നെ. അതിനി തർക്കിച്ച സമയമൊന്നും കളയണ്ട. ശരി. എന്റെ ദേവി, ഈ കുഞ്ഞുങ്ങൾ ഒരു പുതിയ സംരംഭം തുടങ്ങിയിരിക്കുക. നടുക്കടലിൽ കിടക്കുക അതുങ്ങള്. ഈ കച്ചിത്തുരുമ്പിന്ന് അവരെ ഒരു കര എത്തിക്കണേ. ദേവി, എന്നാൽ ഇനി നമുക്ക് ശരിക്കുള്ള ഉദ്ഘാടനം നടത്തിയേക്കാം. ശരിക്കുള്ള ഉദ്ഘാടനം കഴിച്ചിട്ടേ വിശക്കുന്നു. ഇന്ന് ഇവിടുന്ന് കഴിക്കണമെന്നുള്ളതുകൊണ്ട് ഇന്നലെ വയറ് കാലിയാക്കിയിട്ടിരിക്കുക. കഴിക്കാച്ചാ, എന്താ വേണ്ടേ? എന്താ മോളെ ഉള്ളത്? ഇഡ്ഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ദോശയാണെങ്കിൽ നല്ല ചൂടോടെ തരാം. എന്തായാലും കുഴപ്പമില്ല. എന്താ വേണ്ട പറഞ്ഞാ മതിയേ. അച്ഛാ, എങ്ങനെയുണ്ട്? ഇത് നീ പതിവായി ഉണ്ടാക്കുന്ന പോലെ അല്ല മോളെ. സൂപ്പർ ആയിട്ടുണ്ട്. അതിനേക്കാൾ ഗംഭീരം. കഴിച്ചിട്ട് മതിയാവുന്നില്ല മോളെ. ഓരോന്നും കൂടി എടുക്കട്ടെ അച്ഛാ? വേണ്ട മോളെ, ദേ ഇപ്പൊ തന്നെ വയറ് പൊട്ടാറായി. അമ്മേ, അമ്മയുടെ അഭിപ്രായം എനിക്കറിയണ്ടേ? വിഷ്ണുമോൻ ഈ റെസ്റ്റോറന്റിന് ശാരദാസ് കഫേ എന്ന് പേരിട്ടപ്പോ എനിക്കൊരാശങ്ക ഉണ്ടായിരുന്നു. ഒരാശങ്കയും വേണ്ടെന്ന് ഇപ്പൊ നിങ്ങൾ തെളിയിച്ചു. കുടുംബശ്രീയുടെ മാനം നിങ്ങൾ കാത്തു. എന്നാ പിന്നെ ഒരു ദോശ കൂടി എടുക്കട്ടാ? അയ്യോ, വേണ്ട വേണ്ട. ഇവിടെ ഒരു ദോശ വേണം. ഒരു ദോശ കൂടെ കൊടുത്തേച്ചനെ. കുഴപ്പമില്ല, നമ്മുടെ കടയില്ലേ?
ദാ മോനെ വാങ്ങിക്ക്. അച്ഛാ അത് എടാ സാരമില്ലടാ, ഇന്നത്തെ ദിവസമല്ലേ, കൈനീട്ടവാ. എങ്കില് ഇത്രയും പണം വേണ്ട അച്ഛാ, കഴിച്ചതിന്റെ പണം മാത്രം മതി. എന്തുവാടാ? വിഷ്ണുമോൻ പറഞ്ഞത് തന്നെ അതിന്റെ ശരി. അന്നം വിളമ്പുമ്പോഴേ അധികം പണം വാങ്ങാൻ പാടില്ല. കഴിക്കുന്നവരുടെ മനസ്സിന്റെ നിറവാണ് ആഹാരമുണ്ടാക്കുന്നവർക്ക് അധികം പണത്തേക്കാൾ തൃപ്തി. എന്നാലും ആദ്യ ദിവസത്തെ കൈനീട്ടം ആയതുകൊണ്ട് വേണ്ടാന്ന് വെക്കണ്ട. ദേ, അച്ഛന്റെ കൈനീട്ടം കിട്ടിയതല്ലേ, അതിന്റെ ഐശ്വര്യം ഉണ്ടാവും. ദേ, ആ നോട്ടിന്റെ സ്ഥാനം ഇവിടത്തെ ദൈവചിത്രങ്ങൾക്ക് സമീപമാണ് കേട്ടോ. അത് വാങ്ങിച്ചോ മോനെ, ചെലവാക്കാതെ സൂക്ഷിച്ചോണം. മോനെ, ഒരു 50 രൂപ നോട്ടുമായിട്ട് മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് അച്ഛനുണ്ടാക്കിയത് ഇന്നുള്ള എല്ലാം. നീ അതിനേക്കാൾ നന്നാവും മോനെ. രാഘവൻ നായരുടെ ഉള്ളില് ഒരു തീപ്പൊരിയ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ ഉള്ളില് തീയാ ഉള്ളത്. ഇതാടാ മേടിക്കടാ. അച്ഛാ നന്നായി വരും മോനെ. കാശ് കൊടുക്കടാ. നശിപ്പിച്ചു. എടി ചേച്ചി, നമ്മൾ ഒരുമിച്ച് എവിടെങ്കിലും പോയിട്ട് ഞാൻ കാശ് കൊടുത്ത ചരിത്രമുണ്ടോ? അങ്ങനെ കൊടുക്കാൻ പാടുണ്ടോ? നാണക്കേടല്ലേ നിനക്ക്? എടാ, കയ്യില് കാശില്ലാതെയാണോ നീ ഇവിടെ ഒന്ന് വെട്ടി വിഴുങ്ങിയത്? അതൊക്കെ ഒരു ആത്മവിശ്വാസമല്ലേ. ലോകത്ത് എവിടെ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കാശ് കൊടുത്തില്ലേലും എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. പൊറോട്ട അടിക്കൽ, മാവ് കുഴക്കൽ, അരിയാട്ടൽ, വിറക് കീറൽ തുടങ്ങിയ ഒരുപാട് ക്രെഡിറ്റ് കാർഡുകൾ എന്റെ കൈവശമുണ്ട്. നാണം കേട്ടവ, അങ്ങോട്ട് മാറ്. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. വിഷ്ണു, ദാ ഇത് വെച്ചോ, അവന്റെ കൂടെ ഉണ്ട്. ഇതെന്താണിത്? എന്റെ വിജയ, നിങ്ങൾ ഇവിടെ ചെയ്ത് ജോലിക്ക് ഞാൻ അങ്ങോട്ടല്ലേ കാശ് തരണ്ടേ? ഇവിടെ എന്തുവാടാ? സന്തോഷായിട്ട് വാങ്ങണം. ഇതിപ്പോ ആദ്യത്തെ തവണയല്ലേ. എന്റെ വക കൈനീട്ടോ വിഷ്ണു മേടിക്കണം. ഇത് പിടിക്കേ, അല്ല ഇത് വെച്ചോ. ആശാനെ, ഈ 100ന്റെ പുറകിൽ പല പല ലക്ഷ്യങ്ങളുണ്ടേ. എടി, ആശാനൊരു ഞങ്ങൾ കഴിച്ചല്ലോ. ഇത് സത്യാമ്മയ്ക്കാച്ചാ. പുതിയ സംരംഭം തുടങ്ങിയ മകൻ അമ്മയ്ക്ക് കൊടുക്കുന്ന സമ്മാനം. സ്നേഹത്തിന് എങ്ങനെയാ പണം വാങ്ങുന്നേ? എന്നാ നമുക്ക് പോയാലോ അച്ഛാ? ആ പോവാം. മോളെ, ഞാനും ഇറങ്ങുക. ശാരദാമ്മേ, ഞങ്ങളോട് വാ, ഞങ്ങൾ വീടിനടുത്ത് ഇറക്കാം. ആദ്യ ദിവസമല്ലേ അമ്മേ, അമ്മ പെട്ടെന്ന് ഇങ്ങനെ പോയാ? ഹോട്ടലില് ശാന്തയും രാജിയും മാത്രമല്ലേ ഉള്ളൂ മോളെ. ശാരിയുടെ കാര്യം അറിയാലോ. ആ, കച്ചവടം തുടങ്ങുമ്പോ നിങ്ങളും അത് ആലോചിച്ചോണം.
നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും എപ്പോഴും തുറന്നിരിക്കണം. അതാ ഒരു കടയുടെ വിശ്വാസം. ഒരുപാട് തവണ നീ എന്നെ ഇങ്ങനെ വിളിച്ചിട്ടില്ലേടി? ഇതിപ്പോ എന്റെ ഊഴാ. ഒരു ചായ എടുക്കടി, ചായക്കടക്കാരി. റെസ്റ്റോറന്റ് തുടങ്ങാൻ പോകുന്നു പറഞ്ഞ് വിഷ്ണുവേട്ടൻ ഭാമാന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ വന്നപ്പോ ഞാൻ കരുതിയത് വല്ല 5 സ്റ്റാർ ഹോട്ടലോ മറ്റോ ആയിരിക്കും. ഭാമാന്റെയേക്കാൾ വളർന്ന് വലുതായി എങ്ങനെ പന്തലിക്കും എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ ആള് ഞാനൊരു ഹോട്ടൽ തുടങ്ങുന്നു പറഞ്ഞ് വരുമ്പോ അതിങ്ങനെയുള്ള സെറ്റപ്പ് ആണെന്ന് ആരെങ്കിലും കരുതുവോ? ഇതിപ്പോ എന്താ വഴിവെക്കിലെ നാറിയൊരു തട്ടുകട. നീ ആ അഴുക്കുചാലിൽ നുരയ്ക്കുന്ന ഒരു കൃമി. അല്ല, ഇതൊന്നും നിന്റെ കുറ്റം അല്ലടി. നിനക്ക് ഇത്രയ്ക്കൊക്കെ ചിന്തിക്കാനുള്ള ശേഷിയേ ഉള്ളൂ. കുടുംബശ്രീ എന്ന് പറയുന്ന ചായക്കടയേക്കാൾ വലിയൊരു ഹോട്ടൽ കണ്ടിട്ടുണ്ടോ നീ? സെൻട്രലൈസ്ഡ് എസിയും സ്വിമ്മിംഗ് പൂളും ബാറും ഒക്കെയുള്ള ഹോട്ടൽ. നിനക്കൊന്നും സ്വപ്നം കാണാൻ പോലും പറ്റില്ല അത്. കാരണം സ്വപ്നം കാണണമെങ്കിൽ ഒരു വട്ടമെങ്കിലും അതിനുള്ളിൽ കയറിയിട്ടുണ്ടാവണമല്ലോ. അവിടെയൊക്കെ ജോലിക്ക് നിൽക്കുന്നത് പോലും ഒരു അന്തസ്സാണടി. നിന്നെ കെട്ടിയതുകൊണ്ട് വിഷ്ണുവേട്ടനുണ്ടായ ഗതികേട് കണ്ടോ? പെരുവഴി, തെരുവാധാര ഒക്കത്താണെങ്കിൽ ആരാന്റെ ഒരു കൊച്ചും. ഒന്ന് പെട്ടെന്നാവട്ടടി. എത്ര നേരം ഒരു ചായ ചോദിച്ചിട്ട്. ചായ. എന്താടി, നിനക്കൊന്നും പറയാനില്ലേ? ഇപ്പോഴെങ്കിലും തോൽവി സമ്മതിച്ചു തന്നല്ലോ. ഒരു പേപ്പട്ടി പോലും തിരിഞ്ഞു നോക്കാനില്ലാതെ ഈ കായലിന്റെ കരയില് മാടക്കടയും തുറന്നു വെച്ചോണ്ടിരുന്നപ്പോ നിനക്ക് ബോധം ഉദിച്ചല്ലോ. സന്തോഷം. അങ്ങനെയാ ഞാൻ ചിന്തിക്കുന്നതെന്ന് നീ തെറ്റിദ്ധരിച്ചോ? ഒരിക്കലും ഇല്ലടി. നീയൊന്നും ഒരിക്കലും നന്നാവില്ല. നീ ഇപ്പൊ എന്റെ മുന്നിൽ വായും പൂട്ടി നിൽക്കാനുള്ള കാരണം എന്താന്ന് എനിക്ക് മനസ്സിലായി. നല്ല കച്ചവടക്കാരിയല്ലേ നിന്റെ അമ്മ? കടയിൽ കയറി വരുന്നത് ശത്രു ആയാലും മോശമായിട്ട് പെരുമാറരുതെന്ന് നിന്റെ അമ്മ നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും. അത് തന്നെയാ അതിന്റെ ന്യായം. നിനക്കിവിടെ വെച്ച് എന്റെ മുന്നിൽ വാ തുറക്കാൻ പറ്റില്ല. നൗ ഐ ആം ദി ബോസ്. പൂള ചായ ഇത് നിന്റെ മുഖത്ത് ഒഴിക്കണ്ടേ? പിടിക്കടി, പിടിക്കാൻ. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ വന്നോണ്ടിരിക്കും. നീ കൈയും കെട്ടി ഇങ്ങനെ വിനീത ദാസിയായിട്ട് നിൽക്കുന്നത് കാണാൻ.
ക്യാഷ്. കാശോ? എന്ത് കാശ്? നീ ഇപ്പൊ കുടിച്ച ചായയില്ലേ, അതിന്റെ ക്യാഷ്. ഞാനതിനെ കുടിച്ചില്ലല്ലോ, കളഞ്ഞതല്ലേ ഉള്ളൂ. നീ കുടിച്ചോ കമഴ്ത്തിയോ അതൊന്നും എനിക്കറിയണ്ട. ഞാൻ നിനക്ക് കുടിക്കാൻ തന്ന ചായയുടെ ക്യാഷ് അതെനിക്ക് വേണം. 10 രൂപയല്ലേ? ആ പിടിച്ചു. ഇവിടിപ്പോ ആ, ഞാൻ പേഴ്സ് എടുത്തിട്ടില്ല. അതൊന്നും എനിക്കറിയണ്ട. അങ്ങനെയൊന്നും നീ എന്നെ തോൽപ്പിക്കാൻ നോക്കണ്ട. ഞാൻ ഫോൺ വഴി പേ ചെയ്തോളാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. എന്നാ ഞാൻ കാർഡ് തരാം. അത് റീഡ് ചെയ്യാൻ UK നിന്റെ അച്ഛൻ കൊണ്ടുവച്ചിരിക്കുന്നു ഇവിടെ മെഷീൻ. ശാലിനി, ദിസ് ഇസ് അൺഫെയർ. ഐ ആം ദ കസ്റ്റമർ, ഐ ആം ദ കിങ്. നീ പറഞ്ഞത് ശരിയാ. കടയിൽ വരുന്നത് ശത്രുവാണെങ്കിലും മാന്യമായിട്ട് പെരുമാറണമെന്ന് പറഞ്ഞു തന്നത് അമ്മയാ. അമ്മ പറഞ്ഞു തന്നതിനൊപ്പം ശാലിനി സ്വന്തമായി ചില പാഠങ്ങൾ കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇങ്ങോട്ട് എങ്ങനെയാണോ തിരിച്ചങ്ങോട്ടും അങ്ങനെ തന്നെ. ഉദാഹരണമായിട്ട് ഊളയ്ക്ക് ഊള ചായ. നീ പറഞ്ഞില്ലേ ആ ചായ എന്റെ മുഖത്താ ഒഴിക്കേണ്ടിയിരുന്നെന്ന്. എങ്കിലേ എന്റെ കൈ നിന്റെ മുഖത്തിരുന്നേനെ. കസ്റ്റമർ രാജാവ് തന്നെ അടി. അത് പേ ചെയ്യുന്ന ആള്, അതായത് കാശ് കൊടുത്ത് സേവനം വാങ്ങുന്ന ആള്. ഞാൻ കാശ് ചോദിച്ചപ്പോ നീ അതില്ലാന്ന് പറഞ്ഞ നിമിഷം നിന്റെ രാജപദവി ഞാനിങ്ങ് തിരിച്ചെടുത്തു. ആ കിരീടവും ചെങ്കോലും ഇപ്പോ എന്റെ കയ്യിലാ. Now I am the boss. എന്ത് ബോസ്? ഫോൺ പേയ്മെന്റില്ല, കാർഡ് എടുക്കില്ല. അതൊന്നും എന്റെ കുറ്റമല്ല. ചായ വാങ്ങുന്നതിന് മുൻപേ അത് ചോദിക്കാത്തതാ നിന്റെ കുറ്റം. ശരി, ഇപ്പൊ നീ ഇത് കടമായിട്ട് വെച്ചോ, ഞാൻ പിന്നെ തന്നോളാം. നടക്കില്ല സുസ്മിതേ, ഇവിടെ കടമൊന്നുമില്ല. അല്ല പിന്നെ നീ എങ്ങനെ കാശ് വാങ്ങിക്കുന്ന? ഞാൻ ഈ റോഡിലിരുന്ന് നോട്ട് അടിക്കോ? നിന്റെ കാശും എനിക്ക് വേണ്ടെങ്കിലോ? പിന്നെ നീ കുടിച്ചതടക്കമുള്ള ഇവിടുത്തെ ചായ ഗ്ലാസുകളെ മുഴുവൻ നീ ഒന്ന് കഴുകി വെച്ചിട്ട് പൊയ്ക്കോ. നിന്റെ 10 രൂപ ഞാനൊന്ന് മറന്നേക്കാം. മനസ്സില്ലടി, നീ എന്താ ചെയ്യുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ. ഒരു 10 രൂപയ്ക്ക് വേണ്ടി. അവിടെ നിക്കടി, ഞാൻ എന്താ ചെയ്യുന്നതെന്ന് കാണണം നിനക്ക്. ചവിട്ടി നിന്നെ ഈ കായലിൽ താഴ്ത്തും. സത്യമായിട്ട് ഞാനത് ചെയ്യും സുസ്മിത. 10 രൂപയ്ക്ക് വേണ്ടിയല്ല, എന്നെയും എന്റെ വിഷ്ണുവേട്ടനെയും എന്റെ അമ്മയും കുറിച്ച് നീ ഇവിടെ ഛർദിച്ച വിഷത്തിന് പരിഹാരമായിട്ട് അത്രയും ചെയ്താലൊന്നും പോരാ. കഴുകടി ഗ്ലാസ്. നിന്നോടാ പറഞ്ഞത്. ഞാൻ കഴുകിക്കോളാം. അവിടെ പോയിരുന്ന് കഴുക. ഇത് പിന്നെ ആര് കഴുകും? പിടിക്കടി. ആ ഗ്ലാസുകൾ മുഴുവൻ കഴുകണം. കഴുകടി പെട്ടെന്ന്. അതെ, അതിലൊരെണ്ണത്തിനൊരു പോറല് വീഴുകയോ താഴെ വീണ് പൊട്ടുകയോ ചെയ്ത നിന്റെ ചെകിടടിച്ച് പൊട്ടിക്കും ഞാൻ. കുറച്ചു മുമ്പ് നീ എന്താ പറഞ്ഞേ?
സെൻട്രലൈസ്ഡ് AC, സ്വിമ്മിംഗ് പൂളും ബാറും ഒക്കെയുള്ള ഹോട്ടലിൽ ജോലി ചെയ്യുന്നത് തന്നെ ഒരു അന്തസ്സാണ്. ഈ റെസ്റ്റോറന്റ് നിന്റെ കാഴ്ചപ്പാടില് നാറിയ തട്ടുകട, ഞാൻ അഴുക്ക് ചാലില് കൃമി. സുസ്മിതേ, ഇപ്പൊ നിന്റെ സ്ഥാനം എന്താന്ന് നീ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അഴുക്ക് ചാലിൽ പുളയ്ക്കുന്ന കൃമിയുടെ അസിസ്റ്റന്റ്.